Hi friends, welcome back to Jannath. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടൊരു ആപ്പിൾ ആൽമണ്ട് കേക്ക് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണിത്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 എഗ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫോമി ടെക്സ്ചർ ആവണ വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വളരെ ജെന്റിലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിളും ബദാമും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊരു കേക്ക് പാനിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ആപ്പിൾ പീസസ് ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് ബദാമും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടോ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നല്ല കൂളായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലൊരു കേക്കാണ് ഇത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആപ്പിൾ സീസണൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.